ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന PSC നോട്ടിഫിക്കേഷനുകളെല്ലാം ഒന്ന് നോക്കുകയാണെങ്കിൽ ടൈപ്പിസ്റ്റ് യോഗ്യതയുള്ളവരെ സംബന്ധിച്ചോളം നല്ല ഒരു വാർത്ത വന്നിട്ടുണ്ട്, നല്ലൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഏതാണ് നമുക്ക് നോക്കാം. ഏതാണ്? കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നാണ് ആ ഒരു നോട്ടിഫിക്കേഷന്റെ പേര്, ആ ഒരു പോസ്റ്റിന്റെ പേരെന്ന് പറയുന്നത്. എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡിപ്പാർട്ട്മെന്റിലാണ്. നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെയാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 27,900 to 63,700 വരെയാണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. വേക്കൻസി നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വേക്കൻസിയേ ഉള്ളൂ. പക്ഷെ എന്താണ്, നമുക്ക് വേക്കൻസികൾ ഇനി കൂടാനുള്ള ചാൻസ് ഉണ്ട്. റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അഡ്വൈസ് ഇതിലും കൂടുതൽ ഉറപ്പായിട്ടും പോകും. ഇതൊരു ആൻറ്റിസിപ്പേറ്റഡ് മാത്രമാണ്, ഒന്നിലൊന്നും അല്ല, കൂടുതൽ വേക്കൻസി നമുക്ക് പോകും. സോ ഈ ഒരു എക്സാം എങ്ങനെ വന്നാലും ഒരു അടുത്ത വർഷം ആദ്യമായിരിക്കും ഉണ്ടാകുക. നമ്മുടെ LD ടൈപ്പിസ്റ്റിന്റെ എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ വർഷം അവസാനമാണ് നമ്മുടെ LD ടൈപ്പിസ്റ്റിന്റെ എക്സാം എന്ന് പറയുന്നത്. സോ ഈ എക്സാം പഠിച്ച് നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞ് ഉടനെ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ടൈപ്പിസ്റ്റിന്റെ അതേ യോഗ്യതയൊക്കെ തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ യോഗ്യത പറയുമ്പോൾ അത് പറയാം. അതോടൊപ്പം തന്നെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈപ്പിസ്റ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. നമുക്ക് പലപ്പോഴും പത്രങ്ങളിലൊക്കെ വരുന്നൊരു കാര്യമാണ് എന്താണ്, ടൈപ്പിസ്റ്റ് തസ്തിക ഇല്ലാണ്ടാകുന്നു എന്ന്. പക്ഷേ ടൈപ്പിസ്റ്റ് തസ്തിക ഇല്ലാണ്ടാകുകയല്ല, അത് നേരെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് വിശദമായിട്ട് പോവുകയാണെങ്കിൽ പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഇക്വലന്റ്, +2 അല്ലെങ്കിൽ അതിന്റെ തത്തുല്യമായിട്ടുള്ള ഒരു യോഗ്യത വേണം. പിന്നെന്താണ്, ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷിലുള്ള ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ LD ടൈപ്പിസ്റ്റിന് നോക്കുകയാണെങ്കിൽ ഈ ഹയർ ഗ്രേഡ് വേണ്ട, അവിടെ ലോവർ ഗ്രേഡ് മതി. അതാണ് ടൈപ്പിസ്റ്റും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് കൂടി അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് വേണം. പിന്നെ അത് മാത്രമല്ല, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം, ഇതൊക്കെ നമ്മുടെ LD ടൈപ്പിസ്റ്റിനുള്ള പോലെ തന്നെയാണ്. മലയാളത്തിലുള്ള ലോവർ ഗ്രേഡ് ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണം. ഓക്കെ, ഇനി ഇതിൻ്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ LD ടൈപ്പിസ്റ്റിൻ്റെയും അതോടൊപ്പം തന്നെ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിൻ്റെയും ഒക്കെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതേ സെയിം പാറ്റേണിലായിരിക്കും ഇതിൻ്റെയും സിലബസ് എന്ന് വരുന്നത്. നമുക്ക് 10 മാർക്കിനാണ് എന്തുള്ളത്, കറണ്ട് അഫയേഴ്സ് ഉള്ളത്. 10 മാർക്കിനേ ഉള്ളൂ. അവിടെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ കേരള അതോടൊപ്പം തന്നെ ഇന്ത്യ റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ എക്സ്ട്രാ സ്റ്റാറ്റിക് അല്ലാത്ത ഡൈനാമിക് ആയിട്ടുള്ള GK ആയിരിക്കും അവിടെ ഉണ്ടാകുക. 10 മാർക്കേ ഉള്ളൂ. ഇനി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ് അവിടെ 40 മാർക്കുള്ളൂ. ഇവിടുത്തെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് ഈ ഒരു വേർഡ് പ്രോസസ്സിംഗ് ആണ്. ആ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. അവിടെ തന്നെ നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു പാർട്ടുണ്ട്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള ഒരു LDC എക്സാമിനൊക്കെ ചോദിക്കുന്ന ആ ടൈപ്പ് സാധനങ്ങളുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ MS വേർഡ്, അതോടൊപ്പം തന്നെ സ്പ്രെഡ്ഷീറ്റ്, എക്സൽ, പവർ പോയിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഷോർട്ട് കട്ടുകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ട്. ഇനി ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് റിബൺ, എന്താണ് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഹിസ്റ്ററി, ഷോർട്ട് കട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇവിടെ ഉണ്ടാകുക. അതിന് 10 മാർക്കേ ഉള്ളൂ. പിന്നെ ജനറൽ ഇംഗ്ലീഷ്, നമ്മുടെ സാധാരണ PSC പരീക്ഷയ്ക്കൊക്കെ ഉള്ള ആ ഒരു സിലബസ് തന്നെയാണ്. പക്ഷെ അവിടെ കോംപ്രിഹെൻഷൻ ഒക്കെ എക്സ്ട്രാ ആയിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും കോംപ്രിഹെൻഷൻ ഇവിടെ എക്സ്ട്രാ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്നത്. ഇനി റീജിയണൽ ലാംഗ്വേജ്, നമുക്ക് മലയാളം നമ്മുടെ മാതൃഭാഷ അല്ലെങ്കിൽ കന്നഡയോ തമിഴോ മാതൃഭാഷയോ ആയിട്ടുള്ളവർക്ക് ഇത് എഴുതാം. അത് വരുന്നത് 20 മാർക്കാണ്. നമ്മുടെ പദശുദ്ധിയും സന്ധിയും വാക്യശുദ്ധിയും ഒക്കെയാണ് ഉണ്ടാകുക. നമ്മുടെ രേവതി മിസ് ആയിരിക്കും പഠിപ്പിക്കുക. ഇംഗ്ലീഷ് നമുക്ക് ശ്രീകലാ മിസ് ആയിരിക്കും. ടൈപ്പ് റൈറ്റിംഗ് സുമേഷ് സാറായിരിക്കും. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് നമ്മുടെ സുഭാഷ് സാറായിരിക്കും. GKയും കറണ്ട് അഫയേഴ്സും ആശാ മിസ്സും അതോടൊപ്പം തന്നെ അഞ്ജലി മിസ്സൊക്കെ ആയിരിക്കും. പിന്നെ മൊത്തം നോക്കുകയാണെങ്കിൽ 100 മാർക്കാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു എക്സാമിൻ്റെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം പോലെ ആയിരിക്കും. ഇത് OMR ആണോ അല്ലെങ്കിൽ CBT ആണോ എന്ന് അറിയുന്നത്. 4000-ന് താഴെയാണ് ആപ്ലിക്കൻസ് എങ്കിൽ ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അത് അപ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന OMR പരീക്ഷ ആയിരിക്കും കേട്ടോ. സോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറും ഈ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നുള്ള ആ ഒരു പോസ്റ്റിന്റെ എക്സാമിന് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മൾ ടൈപ്പിസ്റ്റ് ബാച്ചിനോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോകാൻ പോവുകയാണ്. സോ നമ്മുടെ ഈ ഒരു പുതിയ ബാച്ചിൽ വ്യക്തമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും, എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ
ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ താഴെ ഫ്രീ ഗ്രൂപ്പ് പിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രീ ഗ്രൂപ്പിൽ ടൈപ്പിസ്റ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സും അതോടൊപ്പം തന്നെ എല്ലാത്തിൻ്റെയും PDF നോട്ട്സ് ഫ്രീ ആയിട്ട് അതൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.